കേക്കട്ടെ. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തൊക്കെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കേക്കട്ടെ. അല്ല ദുബായിൽ അതിനൊന്നും എപ്പോഴും ഗിഫ്റ്റ് കിട്ടിയിരുന്നു. നിങ്ങളെന്താ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഓക്കെ, നിങ്ങളെന്താ കൊടുക്കല് അത് കേക്കട്ടെ. ഞാൻ എന്റെ സ്നേഹമാണ് കൊടുക്കും. ഇതാണ് പെണ്ണുങ്ങളെ പരിപാടി. നമ്മള് കൊറേ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ടൊന്നുമില്ല. പിന്നെ നമ്മള് കമ്മല വള വള 40 കൊല്ലം ക്ഷമിച്ച് നിന്നില്ലേ, അതന്നെ ഒരു സമ്മാനാണ്. ക്ഷമിച്ച് നിക്കാൻ മാത്രല്ല. ഞാൻ അത്ര വലിയ ക്രൂരനാണെങ്കിൽ ഞാൻ എപ്പോഴും പോവും. ഹായ് ഹായ്. ഇന്ന് എനിക്ക് വ്ളോഗ് എടുക്കുന്നതിലേറെ താല്പര്യം ഉമ്മാക്ക് വ്ളോഗ് എടുക്കാൻ. എനിക്ക് പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? കേക്ക് കൊടുത്തില്ല ഞാൻ ഞങ്ങളതായിട്ട്. ഞാനോ പ്രത്യേകത തീർപ്പത് ഞാൻ എന്റെ ഉപ്പാന്റെ ഒപ്പം കൂടിയിട്ട് എത്ര കൊല്ലം? 40 കൊല്ലായി. 40 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇമ്മാനിപ്പാന്റെ. 40 വർഷം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നവമിഥുനങ്ങൾ. ഇന്നുമ്മ ഒരു കേക്ക് ഉണ്ടായിക്കണ്. ഇത് എന്ത് കേക്കാണ് പറയുന്നത്? എന്ത് കേക്കാ പറയൂ? ഇറാനി നോമ്പല്ലേ, അപ്പൊ മധുരൊന്നും അല്ലാതെ കഴിക്കാൻ പാടില്ല. അപ്പൊ ഇറാനി പോളയാണ് ഉമ്മ ഉണ്ടായിരിക്കുന്നത്. ഇറാനി മെല്ലെ പറഞ്ഞത് ആവശ്യമില്ല. എന്താ എല്ലാവർക്കും അറിയണത് ആനന്ദ തന്നെയല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ മെയിൻ ഡിഷസ് എനിക്ക് എന്താ ഒരു ഉഷാറില്ലാത്ത. ഞാൻ നല്ല ഉറങ്ങി, അതാണ് ഉണ്ടായത്. അപ്പൊ എന്താ മനുഷ്യന് പണിയുണ്ടേ. ഇത് നിങ്ങൾ കാണുന്ന മാതിരിയല്ല, നല്ല മെനക്കെടുള്ള പണികളുണ്ട്. ഇത് എഡിറ്റിങ് എന്തെല്ലാം പണിയുണ്ട്. പണി കഴിഞ്ഞിട്ട് ആകെ ഉറങ്ങാൻ ഇപ്പോഴൊക്കെ നേരം കിട്ടണുള്ളൂ. എന്നിട്ട് തന്നെ എൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ എടുക്കാച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് എന്തിനുള്ളതാണ്? പൊക്കവട. ഇന്നലത്തെ ബാക്കി പൊക്കവടയ്ക്ക് കുറച്ച് ചിക്കൻ ചോപ്പ് ചെയ്തിട്ട് അപ്പോൾ ചിക്കൻ പൊക്കവട ആവും. അതൊക്കെയാണ് ഉമ്മാരെ ട്രിക്ക്. വെറൈറ്റി ആക്കും. കുട്ടികളെ കണ്ടുപോടിടാൻ പലതും ചെയ്യും. ട്രിക്ക് ആണെങ്കിൽ പക്ഷെ നല്ല ചൂടെടുക്കുന്നുണ്ട് പറയാലോ. എനിക്ക് ചൂടെടുക്കുന്നു. ഇതൊക്കെ നല്ല ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിന് ഇറാനി പോളയും ചിക്കൻ കറിയും പാൽവായ്ക്കും പൊറാട്ടയും വിഭവ സമൃദ്ധമായ വിശേഷം. മുളക് ബജി മുളക് കൊടുന്നാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ. ഇറ്റ് വിൽ ബി എ കുഞ്ഞി വ്ളോഗ്. നമ്മൾ ഇന്ന് എല്ലാ വ്ളോഗും തുടങ്ങുമ്പോൾ കുഞ്ഞു വ്ളോഗ്. ഓക്കെ, ഇതാണ് ഇവിടെ ലേറ്റ് ഇല്ലേ. ഇതാണ് ഇനി പാൽവായ്ക്ക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപാരം. ഇതിൻ്റെ മുമ്പിൽ എല്ലാം മുട്ടുകുത്തും. തീരെ വെയ്യടാ. വെയ്യ മീൻസ് അങ്ങനെയല്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ അങ്ങനെ ഉറങ്ങി. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഓക്കെ, കേക്കട്ടെ. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തൊക്കെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കേക്കട്ടെ. അല്ല ദുബായിൽ അതിനൊന്നും എപ്പോഴും ഗിഫ്റ്റ് കിട്ടിയിരുന്നു. നിങ്ങളെന്താ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഓക്കെ, നിങ്ങളെന്താ കൊടുക്കല് അത് കേക്കട്ടെ. ഞാൻ എന്റെ സ്നേഹമാണ് കൊടുക്കും. ഇതാണ് പെണ്ണുങ്ങളെ പരിപാടി. നമ്മള് കൊറേ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ടൊന്നുമില്ല. പിന്നെ നമ്മള് കമ്മല വള വള 40 കൊല്ലം ക്ഷമിച്ച് നിന്നില്ലേ, അതന്നെ ഒരു സമ്മാനാണ്. ക്ഷമിച്ച് നിക്കാൻ മാത്രല്ല. ഞാൻ അത്ര വലിയ ക്രൂരനാണെങ്കിൽ ഞാൻ എപ്പോഴും പോവും. വേറെ കാര്യം, ക്ഷമിച്ച് നിക്കാൻ മാത്രം ഇപ്പൊ അത്ര നല്ല സീനാന്നല്ല. പിന്നെ പെണ്ണുങ്ങൾ ചില ഞാൻ കണ്ടിരിച്ചിട്ട് ഒരു സീനും ഇല്ലാത്തൊരുപ്പാണ് ഇപ്പ. ഇമ്മയും പക്ഷെ ഉമ്മാര് പിന്നെ പൊതുവെ അങ്ങനെ സീൻ ഉണ്ടാവലില്ല. രണ്ടാളും കൂടി തണുത്ത ശരിയാണ്. ഒരാളെയും കുറച്ച് സ്ട്രോങ് ആവണ്ടേ. ഓക്കെ, അല്ലാത്ത കാര്യത്തിലില്ല. എന്താണ് വെഡിങ് ആനിവേഴ്സറി അറിയുമ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ ഓർമ്മ? വെഡിങ് ആനിവേഴ്സറി അറിയുമ്പോ ഇമ്മാന്റെ 9ാം ക്ലാസ്സിലെ പരീക്ഷ കുട്ടിച്ചോറാക്കിയിട്ടാണ് കല്യാണം നടന്നത്. എന്നിട്ടും ഞാൻ ഇവിടെ നിന്നു. എന്തോ കെതിട്ട് നിക്കണ മാതിരിയാണ് പറയാനുള്ള. ഇതിന്റെ പ്രതികരണം ഉപ്പാനിലേക്ക് പോയാ ഉമ്മ പിന്നെയും കെതിട്ട് നിന്നു, സഹിച്ചു നിന്നു എന്നുള്ള ധ്വനിയാണ് പറയുന്നത്. അത് ചിലപ്പോ ഞാൻ ഗൾഫുകാരനായതോട്ടേ കാരണം കല്യാണം പറഞ്ഞപ്പോ അന്നൊന്നും അങ്ങനെ ഗൾഫില്ല. എന്നിട്ട് നല്ലൊരു ഗൾഫുകാരനാണ്. കൊണ്ടുപോകും എവിടെയാണേലോ എത്ര കൊല്ലം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ വിമാനത്തുകാരൻ പേടിയാണ്. അതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയാണ്. കൊണ്ടുവന്നതിന് ഓരോരോ ഉടായിക്ക് പറയണ്ടേ. അപ്പൊ അതാണ് ഉണ്ടായത്. എന്താ പറയാ, കൊണ്ടുപോയതൊന്നുമില്ല. കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം അല്ല. എന്നാലും
എന്നാലും പൂതിച്ചു. പിന്നെ പൂതി ഇപ്പത്തെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ ഐഫോൺ കിട്ടുന്ന പൂതി വെക്കണ മാതിരി നിങ്ങൾ പൂതിച്ചു കല്യാണം കഴിഞ്ഞാൽ ഗൾഫ് കൊണ്ടുപോകുന്നു. അന്ന് ഐഫോണില്ല, അന്ന് ഗൾഫാണ്. അന്ന് ഗൾഫ്. എന്നിട്ട് എന്താ പറയാ, എത്ര വർഷം കഴിഞ്ഞിട്ടപ്പോൾ പോയതറിയോ? 2014 പോയത്. 1986 കല്യാണം കഴിഞ്ഞോളൂ. എന്നിട്ട് 2014 പോയത്. അതും മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഒന്നായിട്ട് പോയി. എന്താ ചെയ്യാ? എന്നിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. 40 കൊല്ലം എന്ന് പറഞ്ഞ ചില്ലറ പരിപാടിയാ. ഇന്നത്തെ കാലത്ത് ഒരു കൊല്ലം ആവണിന് മുന്നേ തന്നെ ഡൈവേഴ്സ് ആവുന്ന നിരവധി ദമ്പതികളുള്ള കാലം. ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ് പോയിട്ട് മാപ്പിളാര് പല കേസിലും കാര്യത്തിലും പോയിട്ട് അവിടെ ജീവിതം പോയവരുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയിട്ടും 40 കൊല്ലം ഇവിടെ ജീവിക്കുന്നു. അൽഹംദുലില്ലാ. ഇപ്പോഴും നല്ല അതിയായ സന്തോഷത്തോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. അതെ, ഇനിയും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. ആയുസ്സും ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. ആമീൻ. ഓക്കെ, നല്ല ചൂടുണ്ട് കേട്ടെന്ന്. നിങ്ങൾക്ക് വേർക്കണില്ലെങ്കിലും നല്ല രീതിക്ക് ചൂടും വേർത്ത് വിൽക്കുന്നുണ്ട് മനുഷ്യൻ. അപ്പം അതൊക്കെയാണ് വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. 40 അല്ലേ? എന്താല്ലേ? പക്ഷെ എല്ലാ പ്രാവശ്യം എനിക്ക് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ 10 കൊടുക്കും. അല്ല, മൂപ്പര് 10 ഇങ്ങോട്ട് തരുമ്പോൾ ഞാൻ 1 കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളുടെ ഗിഫ്റ്റ് കേൾക്കട്ടെ. ഞാൻ അങ്ങ് ഷർട്ട് കൊടുത്തയക്കും. ദുബായിലല്ലേ അന്നൊക്കെ. പിന്നെ ഇല്ലേ, നമുക്ക് ഷർട്ടാ കൊടുത്തയച്ചിട്ടില്ലേനോ? ഗിഫ്റ്റ് ചെയ്ക്കാണ്ട് ഷർട്ട് അറിയാതെ ഷർട്ട് ഇട്ടീനോ? ഞാൻ അവിടുന്ന് വല്ല മോതിരോ കൊറേ മോതിരങ്ങള്, കൈച്ചെയിന്, കമ്മല്. ഫെബ്രുവരി തന്നെ ഞാൻ അതിന് വട്ടം കൂട്ടും. പക്ഷെ നാട്ടിലെത്തിയപ്പോ മാർച്ച് തന്നെ മറന്നു. ആ ഡേറ്റ് മറക്കണേ. ഇപ്പൊ ഞാനടക്കം ഒന്ന് പുറക്കത്ത് നീച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പറയോ നോക്കട്ടെ. മാർച്ചാറെന്ന് പറഞ്ഞാലേ ആരും തണുക്കാത്ത മാർച്ചാറാണ്. ആരും തണുക്കാത്ത ആരെ തണുക്കൂലേ? ഇത് ആരും തണുക്കാത്ത മാർച്ചാറാണ്. അപ്പൊ അതാണ് വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. നമ്മളെ കായ്പോള റെഡി വെക്കുന്നു. കായ്പോളല്ലേ? ഇറാനി പോള. ഇതിന്റെ റെസിപ്പി ഒന്ന് ചുരുക്കത്തിൽ പറയൂ. ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. പരീക്ഷണം നടത്തിയത്. അല്ല, അറിയാം അങ്ങനെ തന്നെയാണ്. തിന്നിട്ട് ടേസ്റ്റ് പറഞ്ഞു. ഇതോ മണത്തോട്ടെ നോമ്പുറി നിങ്ങളത് മുറിഞ്ഞ വെള്ളം കുടിച്ചാൽ. അതല്ല, എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇത് എന്താ പറയാ, കായ്പോള ഉണ്ടാക്കണ കായ്പോള എന്ന് പറഞ്ഞ വായിൽ ഉണ്ടാക്കണ പോലെ അതേപോലെ തന്നെ. പക്ഷെ കലക്കി പാരാന്നുള്ളത് അപ്പം അപ്പല്ല. ഇതെന്താ അറിയോ? ഒരു 3 മുട്ട, ഒരു കപ്പ് മൈദ, ഒരു ഗ്ലാസ് പാല്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 2 വെളുത്തുള്ളി, ഉപ്പ് എല്ലാം കൂടെ മിക്സിയിൽ അരക്കുക. മിക്സിയിൽ അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുക. എന്നിട്ട് ഉള്ളി വഴറ്റുക. അതിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, പുതിന ഒക്കെ ഇട്ടിട്ട് ഒരു നെയ്യ് പറ്റിയ പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയ പാത്രം. ഇതിൽ ഇങ്ങനത്തെ പാത്രത്തിൽ ആദ്യം നെയ്യ് കുറച്ച് തടവിട്ട് ആദ്യം കുറച്ച് ബാറ്റർ വയ്ക്കുക. എന്നിട്ട് ഈ അതിൻ്റെ അതില്ലേ, ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിടുക. ഇതിട്ടിട്ട് കുറച്ച് സെറ്റായിട്ട് രണ്ടാമത്തെ ലെയർ അതിൻ്റെ മേലെ പാരുക. അതായത് ബാറ്റർ മുഴുവൻ പാരരുത്. നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്റർ കുറച്ചവിടെ വെക്കണം. എന്നിട്ട് അതൊന്ന് കുറച്ച് സെറ്റായിട്ട് രണ്ടാമത്തെ മേലെ പോലെ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. നോക്കാം. ഇറച്ചിപ്പത്തിരി അല്ല, ഇറച്ചി ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഇതൊന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് കണ്ടൊന്ന് പിടിച്ചു നോക്കിയതാണ്. ഓക്കെ, അധികം നേരം ഇവിടെ നിൽക്കാൻ വയ്ക്കുന്നില്ല. നല്ല നല്ല പാത്രങ്ങളൊക്കെ അതാ അതൊന്ന് പ്രത്യേകം കാണിക്കുന്നു. കുഞ്ഞി പാത്രമാണ് ഈ പാത്രം. ഇതിന്റെ ചെറുതുണ്ട്. അപ്പൊ എന്താ വെച്ചാല് പിന്നുള്ളത് കുറച്ചും കൂടി വലുതാണ്. അപ്പൊ ഇത് കുറച്ച് ചെറുതല്ലേ. അതെന്താ വെച്ചാല് ഗൾഫിക്ക് പോവാണെങ്കിലും മാളുകൾക്ക് പോവാണെങ്കിലൊക്കെ പാത്രങ്ങളിന്റെ ഒരു വീക്ക്നെസ്സാണ്. അത് വാങ്ങിയിട്ട് നമ്മൾ ഷോക്കേസിൽ വെക്കുക. അതാണ് അടുത്ത വീക്ക്നെസ്. പാത്രങ്ങൾ വാങ്ങുന്നു, ഷോക്കേസിൽ വെക്കുന്നു. സഫക്ക് പറ്റൂല. അമ്മ വാങ്ങിക്കുന്നത് ഉപയോഗിക്കാൻ. ബാബി ഇതിൽ അണ്ടിപ്പരിപ്പൊന്നും. ഇത് ചിക്കനാണ്. ഇത് ചിക്കനാ ഫുള്ള്. ഫുൾ ചിക്കനാ. മധുരമുള്ളത് മധുരം നമുക്ക് ഇതുണ്ടല്ലേ, പാൽവായ്ക്കുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യണം. ഒരു ഫാൻ മസ്റ്റാണ്. അമ്മ ചൂടെടുക്കണുണ്ടോ? ഒക്കെ ചൂടെടുക്കുന്നുണ്ട്. പിന്നെ ആ ഭാബി പറയും, അതായത് കാക്കാൻ്റെ ഉണ്ടെങ്കിൽ ഉമ്മ പാത്രം എന്തിനാ അങ്ങനെ പാത്രം വെക്കുന്നത്, ഇനിയും കിട്ടൂല കേട് വരുമ്പോൾ, അങ്ങൊക്കെ ഉപയോഗിച്ചൂടെ, ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ വേറെ ആരെങ്കിലും ഉപയോഗിച്ചാൽ എന്താ കാട്ടുക, അത് കിട്ടൂല.
നിങ്ങളെ കോഴിനെ കൊണ്ടുപോയി കോയിൻ്റെ ഒച്ചപ്പാട് കഴിഞ്ഞ് ഫുള്ള് വ്ളോഗിലുണ്ടാവുക. മിനിറ്റ് ഓക്കെ. ഇനി കോയിൻ്റെ ഒച്ചപ്പാട് ഉണ്ടാവും തോന്നുന്നില്ല. നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ചെയ്തേക്കാം. അപ്പം അങ്ങനെയാണ് വെഡിങ് ആനിവേഴ്സറി. കൈ കടിയുണ്ട്. ഒരു മിനിറ്റ്. സാബാഷ് നോമ്പറന്നു. മധുരം തിന്ന് സന്തോഷം പ്രകടിപ്പിക്കും. ആ മധുരം സന്തോഷം പ്രകടിപ്പിക്കാറുണ്ടാവും. രണ്ടാക്കും ഇവിടെ മൂക്കറ്റ ഷുഗറാണ്. നോമ്പിന് ഷുഗർ ഇല്ല, അളവുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഉമ്മ ഉണ്ടാക്കിയ ഞങ്ങൾ കുറച്ച് മധുരം ഇടണുള്ളൂ. എല്ലാത്തിലും കൂടി ആകുമ്പോൾ ഒന്നിത്തെ മധുരം ഉണ്ടാവും. എന്നാ മതി. നമുക്ക് ആദ്യം ഉമ്മ ഉണ്ടാക്കിയ ഇത് ട്രൈ ചെയ്യാം. എന്തിനത് ഇറാനി പോള ഏതാ ട്രൈ ചെയ്യേണ്ടി? അതാ തൽക്കാലം അതിൽ കൊടുക്കുക. വെറൈറ്റി എന്നാ കൊടുക്കി. അല്ല ആ കൊടുക്കി കൊടുക്കി. എന്നും ഇങ്ങനെ സന്തോഷം നിലനിൽക്കട്ടെ. രസമുണ്ട്. ചിക്കൻ കുറച്ച് കൂടിയോ? ചിക്കൻ ചിലവർ ചിക്കൻ പൊരിച്ചു പോയി. അത് ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ കരുതിയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ അങ്ങനെ ആക്കിയാണ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ ഞാൻ വെറുതെ യൂട്യൂബിൽ നോക്കി. ഞാൻ അതിന്റെ മനസ്സിലൊക്കെ വിചാരിച്ചാണ് അപ്പൊ അതേപോലെ ഉണ്ടാക്കുന്നു. പക്ഷേ ചട്ടിപ്പത്തിരിയിൽ ലെയർ അപ്പം ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഇടണ്ടേ. ഇത് ആദ്യം എൻ്റെ മാവ് വയ്ക്കുകയാണ്. അതാണ് ഇത് 2 ലെയർ കിടക്കി. ആദ്യം നമ്മൾ ബാറ്റർ വെച്ച് വെക്കുക, പിന്നെ നടക്കത്തില്ല. ഫില്ലിങ്ങായി നിൽക്കും. നമ്മള് വാട്സപ്പിൽ പലരും കണ്ടുകൊണ്ടിരിക്കുമല്ലോ. ആ സമയത്ത് വാട്സപ്പിൽ എന്താ കാണുക അറിയാം, ഈ കുക്കിങ്ങും ചെടിയും. നമ്മൾ കായ്പോള ടെസ്റ്റ് അടിക്കാം. ഓൾ ടൈം ഫേവറേറ്റ് കായ്പോള. ഇത് പേര് ഇത് ഇത് പേര് പറഞ്ഞു. ആ പാൽവായ്ക്ക. പഴത്തിനൊക്കെ മധുരമുണ്ട്, പാലൊക്കെ മധുരം. പിന്നെ ഇടയ്ക്ക് മുന്തിരി കടിക്കുമ്പോ മധുരമുണ്ട്. ഇതൊക്കെ മമ്മാൻ്റെ അടുത്ത് കുറച്ചാ, കുറേ മമ്മാൻ്റെ അടുത്ത് കുറച്ചാ. ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കണ ഒരാളായിരുന്നു. എന്ത് കിട്ടിയാലും ഉണ്ടാക്കും. പൂളൊക്കെ പുഴുങ്ങിക്കാണ്ട് പൂള ബാക്കിയുണ്ടെങ്കിൽ പൂള പുഴുങ്ങിക്കാണ്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മളൊക്കെ അത് വേസ്റ്റ് ആക്കൂലേ. അമ്മമ്മ അത് പിന്നെ മഴക്കാലാണെന്നുണ്ടെങ്കിൽ അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലിട്ട് ഉണക്കി അത് പൂള ചിപ്സാക്കും. എന്ത് കിട്ടിയാലും ഒഴിവാക്കൂല. അങ്ങനെ ആണ് മമ്മാൻ്റെ അടുത്ത് മമ്മാൻ്റെ അടുത്താണ് ഞാൻ ഉണ്ടാക്കണമൊക്കെ പഠിച്ചത്. ഞാൻ പാലല്ലേ, തേങ്ങാപ്പാലും പാലും. നമുക്കുള്ള പൊറോട്ട ഉണ്ട്, പിന്നെ ചിക്കൻ കുറുമയുണ്ട്. നല്ല അനക്കുഞ്ഞ് പാരണം, മധുരം ഇടണം. വേണ്ട അത് പീടിയെ പോയി നല്ല മധുരം കഴിച്ചില്ല. കേൾക്കുന്നത് നല്ല തിന്നോക്കെ കുഞ്ഞാപ്പേ. തിന്നല് ഉള്ളിവാടി ഉണ്ടോ? ഉള്ളിവട പക്കോട പേരെല്ലാവർക്കും അങ്ങോട്ട് മാറുന്നുണ്ട്. പക്കോട, ചിക്കൻ പക്കോട. ഇനിയിപ്പം പേരൊക്കെ മാറും. നോമ്പ് തലി കയറി 16 ചിക്കൻ പക്കോട രസമുണ്ട്. എന്തിൻ്റെ മസാലേനു പക്കവാടിക്ക്? ഈ ഇറാനി പോളണ്ട് ചിക്കൻ കുറച്ച് ചോപ്പ് ചെയ്തിട്ടാണ്. രസമുണ്ടടാ കിട്ടിയ ചിക്കൻ കഷ്ണം. ചിക്കൻ കഷ്ണം ഉള്ളത് തപ്പിട്ടാണ് തിന്നത്. എനിക്ക് കിട്ടിയ ചിക്കൻ ഉണ്ടായിരുന്നു. ആ ഉണ്ട്, ചിക്കൻ ഉണ്ട്. ചിക്കൻ ഉണ്ട്. ചിക്കൻ ഇതുണ്ട്, പക്കോട ഉണ്ട്. ചിക്കൻ പക്കോട രസം കിട്ടിയ ചിക്കൻ ഉണ്ടാവും. എല്ലാം കുടിയും അടിച്ചുകൊണ്ട് അതല്ല കുറച്ച് ഇതിൽ അതിൻ്റെ ഇത് ബാക്കി വന്നിരിക്കും. ഇതെന്താ പറയുക, മിക്സിയിൽ ഇതാക്കിയിടാത്ത
മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്താണ് ഇടാത്ത എന്താ അറിയോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്ര ഇപ്പോഴുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം മറ്റേതാകുമ്പോൾ പറ്റ മിക്സിയിൽ അരക്കുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി പീസെല്ലാം ഇട്ടുള്ളൂ അപ്പം അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം ചിലവരത് പൊരിച്ചിട്ടുള്ള ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അതാണ്. പക്ഷെ എന്താ പറയുക ഈ നോമ്പിനൊരു പ്രത്യേകത ഉണ്ട്. രാവിലെ നമ്മളൊരു മീനൊന്നും ഉണ്ടാക്കലില്ല. നമ്മളങ്ങനെ വിചാരിക്കും അന്നിപ്പോൾ ഒന്നിനും വയ്യ, ഇന്നിപ്പോൾ ഒന്നോ രണ്ടെണ്ണോ മാത്രം. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ അത് ഉണ്ടാക്കിയത് ഇതുണ്ടാക്കിയതിന് നല്ല നേരം കൊണ്ട് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞ എപ്പോഴാണ് വന്നത് 4 മണിക്ക് അന്നിട്ടൊക്കെ ഉണ്ടാക്കിയേ 4 മണിക്കാണ് വന്നത്. അപ്പോൾ അതാണ് നോമ്പ് പ്ലസ് വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. ഓക്കെ. എന്തോ ഒരു ചൂട് വേർത്തൊലിക്കണതാ. ഉമ്മ കാശ്മീരിൽ ജനിക്കേണ്ടതായിരുന്നു. ഉമ്മക്ക് ഐസ് നട്ടായിട്ടുണ്ടാവും. അല്ല ഉമ്മ സോറി സ്ഥലം മാറി, കാശ്മീരല്ല. ഉമ്മക്ക് തണുപ്പാണ് കൂടുതൽ, ഉമ്മക്ക് ചൂടില്ല. ഓക്കെ. ഇത് വെഡിങ് ആനിവേഴ്സറിന്റെ ഓക്കെ ഓക്കെ. സോ അതാണ് ഇന്നത്തെ വ്ളോഗ്. അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. തിന്നിട്ടോ, വിശക്കുണ്ട്, അതാണ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. എന്താ പറ്റുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.